ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമ മലയാളം സിനിമയാണ്. അപ്പുറം എന്ന സിനിമയാണ്. ഒരു മലയാളി പെൺകുട്ടി അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനവും സന്തോഷവും തരുന്ന കാര്യമാണ്. ജഗദീഷിൻ്റെ എന്ന നടൻ്റെ വളർച്ചയെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഫെസ്റ്റിവലിൻ്റെ 2ാം ദിവസം തൊട്ട് ഇവിടെ ഉണ്ട്. കണ്ട സിനിമകളിൽ മിക്കതും നല്ല നിലവാരം പുറത്തുനിന്ന് തന്നെയാണ്. കണ്ടിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമ മലയാളം സിനിമയാണ്. അപ്പുറം എന്ന സിനിമയാണ്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന സിനിമ അതിഗംഭീരമായൊരു മേക്കിംഗ് ഉള്ള ഒരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയം പറയുന്ന ഒരു സിനിമയാണ്. അതൊരു പക്ഷേ ഈ കോമ്പറ്റീഷൻ വിഭാഗത്തിലെ ഏറ്റവും ശക്തമായ ഒരു സിനിമയായിട്ട് മുന്നിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു മലയാളി പെൺകുട്ടി അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനവും സന്തോഷവും തരുന്ന കാര്യമാണ്. ജഗദീഷൊക്കെ തുടക്കകാലം തൊട്ട് സിനിമയിലെത്തിയ കാലം തൊട്ട് ഒരുമിച്ച് ജോലി ചെയ്ത് തുടങ്ങിയവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ജഗദീഷിൻ്റെ വളർച്ച നമുക്ക് വളരെ അത്ഭുതമുണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ തമാശ കഥാപാത്രങ്ങളെ മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ മണ്ടൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു വന്നിരുന്ന തമാശ കഥകളും കഥാപാത്രങ്ങളും മാത്രമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തൊരു ആക്ടറാണ്. പക്ഷേ ഓഫ് ലൈറ്റ് ഇപ്പോൾ ജഗദീഷ് ചെയ്യുന്നത് വളരെ മികവുറ്റ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് ജഗദീഷിൻ്റെ എന്ന നടൻ്റെ വളർച്ചയെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ ഞാനിപ്പോൾ സൂചിപ്പിച്ച അപ്പുറം എന്ന സിനിമയിൽ ജഗദീഷ് ഗംഭീരമായൊരു പെർഫോമൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആ സിനിമയിലെ അഖില രവി എന്ന് പറയുന്ന കുട്ടിയാണ് ആ സിനിമയുടെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് നിൽക്കുന്നത്. നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ മിനി IG ആ കൂട്ടത്തിലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അവരും നന്നായി ചെയ്തു. ഒരു മികച്ച സിനിമയാണ്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്. എല്ലാം കൊണ്ടൊരു ഒരു പുതുമുഖ സംവിധാനം. പുതുമുഖം എന്ന് പറഞ്ഞാൽ അവിടെ 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ നിളയായിരുന്നു. പക്ഷേ നിളയേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന സിനിമയാണ് അപ്പുറം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.